ഒരു വിപ്ലവ സൂര്യൻ്റെ സ്മരണയിൽ ഒരു വർഷം പിന്നിടുമ്പോൾ നമുക്കിപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്. അത് മറ്റാരുമല്ല, വി എസിൻ്റെ മകൻ തന്നെയാണ് വി എ അരുൺകുമാർ. ശ്രീ വി എ അരുൺകുമാർ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. താങ്കളുടെ അതിഥിയായി എത്തിയത് വലിയ സന്തോഷം അറിയിക്കുന്നു. ആദ്യം തന്നെ വി എസിൻ്റെ സ്മാരകം ഇന്ന് സമർപ്പിക്കപ്പെടുകയാണ്. താങ്കൾക്ക് എന്താണ് ഇന്നേ ദിവസം പറയാനുള്ളത്? വലിയ ചുടുകാട്ടിൽ അച്ഛൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലത്തുള്ള സ്മൃതി കുടീരം ഇന്നലെ രാത്രി പൂർത്തിയായി. അത് ഇന്നിപ്പോൾ രാവിലെ പുഷ്പാർച്ചനയോടെ എല്ലാവർക്കും തുറന്നു കൊടുക്കും. അതുപോലെ നമ്മുടെ വീട്ടിലും ഒരു ശില്പം ചെയ്തിട്ടുണ്ട്, അതും ഇന്നിപ്പോൾ ഇവിടെ സ്ഥാപിക്കും. അച്ഛൻ്റെ ഓർമ്മകളുമായി നിറയെ പേരാണ് വലിയ ചുടുകാടിലും നമ്മുടെ വീട്ടിലുമൊക്കെ വരുന്നത്. ഒരു ശില്പം, ഒരു സ്മൃതി മണ്ഡപം എന്നതിലപ്പുറം വി എസ് എന്ന ഒരു വിപ്ലവ നേതാവിനെ വരും തലമുറ അറിയാൻ, അല്ലെങ്കിൽ പഴയ തലമുറയ്ക്ക് വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ മറ്റെന്തൊക്കെയോ കൂടി ഒരുക്കാമായിരുന്നു എന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു താല്പര്യവും ആഗ്രഹവും മനസ്സിലുണ്ടോ? അച്ഛൻ ബന്ധപ്പെട്ട മേഖലകൾ, പരിസ്ഥിതിയായാലും അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, ജനകീയ വിവിധ വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചതെല്ലാം തന്നെ പുതുതലമുറയ്ക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സ്മാരകം അച്ഛനുണ്ടാകണമെന്ന് അച്ഛനെ സ്നേഹിക്കുന്നവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കുടുംബവും. അതനുസരിച്ചുള്ള ഒരു ക്യാമ്പസ് സ്ഥാപിക്കണം എന്നുള്ളൊരു ആഗ്രഹവുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്മാരകം, ആ ഒരു ക്യാമ്പസ്, അത് എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലുണ്ടാവില്ലേ? അതുകൂടി പങ്കുവയ്ക്കാമോ? തീർച്ചയായും അത് ആലപ്പുഴയാണ് ആദ്യം മനസ്സിൽ വരുന്നത്. വിവിധ വിഷയങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പം നമ്മൾ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് പ്രകൃതി പരിസ്ഥിതി എന്നൊക്കെ പറ്റി ആലോചിക്കുന്നത് തന്നെ. ഇതൊക്കെ എന്നും ഈ രംഗത്തെ പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യാനും കുട്ടികൾക്കടക്കം മനസ്സിലാക്കാനും ഈ രംഗത്ത് ഗവേഷണമടക്കമുള്ള കാര്യങ്ങൾ നടത്താനുമൊക്കെ പദ്ധതികൾ ഉണ്ടാകണം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അവന്യൂ ഒരുക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വിവിധ വിഷയങ്ങൾ അതെല്ലാം തന്നെ ഇന്നും കാലിക പ്രസക്തമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാനും അറിവുകൾ പങ്കുവെക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഒരു വേദി ഉണ്ടാകണം. ആ വേദി അദ്ദേഹത്തിൻ്റെ ഉചിതമായ ഒരു സ്മാരകമായി എന്നും ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹമാണ് അച്ഛനെ സ്നേഹിക്കുന്നവരോടൊപ്പം ഞങ്ങൾക്കുമുള്ളത്. വലിയ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത് നമുക്ക് മുന്നിലുണ്ട്. ആ ചരിത്രമുണ്ട്. ഭൂമിയെ ഉപദ്രവിക്കാൻ അനുവദിക്കാതെ സ്വയം നടന്നു കയറിയ കുന്നുകളെക്കുറിച്ചൊക്കെ വരും തലമുറ തീർച്ചയായും സ്മരിക്കും. അത്തരത്തിൽ പോരാട്ടം നടത്തിയ അച്ഛൻ എന്ന നിലയിൽ വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തിയെക്കുറിച്ച് എങ്ങനെയാണ് സ്മരിക്കാനാവുക ഇന്നേ ദിവസം? അച്ഛൻ്റെ ജീവിതം എനിക്കറിയാവുന്ന പോലെ സ്വാതന്ത്ര്യസമരം കൊടുമ്പിരിക്കൊണ്ട ഒരു കാലത്താണ് അച്ഛൻ്റെ സമരജീവിതമായാലും അച്ഛൻ ഒരു തൊഴിലാളിയായി ജീവിതം ആരംഭിക്കുന്ന ആ ഒരു സമയം മുതൽ പുനഃപ്രവലാർ സമരമായാലും അത് കഴിഞ്ഞ് നീതി നിഷേധങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളായാലും അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളായാലും ഇതെല്ലാം തന്നെ കണ്ടാണ് ഞങ്ങളെല്ലാം വളർന്നത്. അച്ഛൻ ഏത് വിഷയത്തിൽ വേണ്ടി മുന്നോട്ടിറങ്ങിയാലും അതിനെയൊക്കെപ്പറ്റി വളരെ ഗാഢമായി പഠിക്കുകയും ആ വിഷയം അത് നേടിയെടുക്കാനായി അതിൻ്റെ അവസാനം വരെ പോരാടാനും അത് അർഹതപ്പെട്ടവർക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുവാനും
അപ്പോൾ ആ രീതിയിലുള്ള ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് മാതൃകയാകുന്ന രീതിയിൽ ഉള്ളൊരു ജീവിതമായിരുന്നു അച്ഛൻ്റെ. അത് കാണാനും പഠിക്കാനുമുള്ള ഭാഗ്യം മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്കും ഉണ്ടായി. മറ്റുള്ളവരെ പോലെ ദൂരെ നിന്ന് കാണുകയും പഠിക്കുകയും എന്നതിലപ്പുറം അച്ഛൻ ഇടപെടലുകൾ നടത്തിയിരുന്നോ? നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നിരുന്നോ? സ്വന്തം ജീവിതത്തിൽ പകർത്തിയ ആശയങ്ങൾ അതെങ്ങനെ വേണമെന്നത് മക്കൾക്ക് പകർന്ന് തരാൻ മനഃപൂർവ്വം ശ്രമം അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ? മനഃപൂർവ്വം ഉണ്ടായിരുന്നോ എന്നറിയില്ല. അച്ഛന് വിദ്യാഭ്യാസ കാര്യങ്ങളായിരുന്നു ഏറ്റവും പ്രാധാന്യത്തോടെ മക്കളായി ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം വിദ്യാഭ്യാസം നേടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഞാനും സഹോദരിയൊക്കെ തന്നെ പഠിക്കാവുന്നതിൻ്റെ മാക്സിമം പഠിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വിവിധ വിഷയങ്ങൾ നമ്മൾ പഠനത്തോടൊപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ സാധാരണ ഒരു കുടുംബത്തിലെ അച്ഛൻ അല്ലെങ്കിൽ ആ ഒരു കുടുംബം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബവും മുന്നോട്ട് പോയത്. അച്ഛൻ്റെ ഓർമ്മകളിൽ മനസ്സിൽ തട്ടുന്നത്, എപ്പോഴും സൂക്ഷിക്കുന്നത്, അച്ഛൻ എന്ന വികാരത്തോട് ചേർത്ത് വയ്ക്കുന്നത് ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നത് എന്താണ്? അച്ഛൻ്റെ ഒരു സ്നേഹം തന്നെയാണ്. അച്ഛൻ ഞങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹം, അച്ഛനോട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങൾ അച്ഛനോട് പറയുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട അതല്ലെങ്കിൽ വിഷമിക്കുന്ന ആളുകൾ അവരുടെ സങ്കടങ്ങൾ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ കൊടുത്തിരുന്ന ആ കരുതൽ, അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് തുടർന്ന സംരക്ഷണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വല്ലാത്ത അല്ലെങ്കിൽ വലിയൊരു ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഫോളോ അപ്പും അത് അന്വേഷണമൊക്കെ തന്നെ നമുക്ക് എന്നും ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. അത് അഫക്റ്റഡായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ അച്ഛന് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട അത് ഒന്നല്ല നിരവധി സംഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ ആ ഒരു കരുതലും സ്നേഹവും തന്നെയാണ് അച്ഛനെ ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത്. ശരി, വളരെ നന്ദി. മാതൃഭൂമി ന്യൂസിനൊപ്പം ചേർന്നതിന് ശ്രീ VA അരുൺകുമാർ ഇന്നേ ദിവസം സ്മാരകം ഉയരുകയാണ്. വീട്ടുവളപ്പിലും ഒപ്പം വലിയ ചുടുകാട്ടിലും ഒരു സ്മൃതി മണ്ഡപവും ഒരു ശില്പവും ഉയരുകയാണ്. അതിന്ന് നാടിന് സമർപ്പിക്കുന്ന ദിവസം കൂടിയാണ്. വളരെ നന്ദി.